എന്തായാലും അന്ന് ചെന്നൈയിൽ വണ്ടി ഇറങ്ങിയപ്പോൾ മധുസാർ കൈ നോക്കിയിട്ടില്ല. നേരെ പോവുകയാണ്. ചന്ദ്രലേഖ എന്തായിരുന്നു? ചന്ദ്രധാര. അങ്ങനെ ശ്രീ രാമു കാര്യാട്ടിൻ്റെ സിനിമയിൽ ഒരു വേഷത്തിന് വേണ്ടി താങ്കൾ ചെല്ലുന്നു. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ചില നിമിത്തങ്ങൾ സംഭവിക്കുന്നു. മറ്റൊരു സിനിമയിലാണ് താങ്കൾ. കാരണം ഇവരുടെ ചന്ദ്രധാരക്കാരുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് ഈ മേക്കപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. മേക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ആംഗിളിൽ ഷൂട്ട് ചെയ്ത് ഡയലോഗൊക്കെ പറയിച്ചൊന്ന് സ്ക്രീനിൽ കണ്ടിട്ടാണ് സാധാരണ സെലക്ട് ചെയ്യുക. ചിലരെ നേരിട്ട് കാണാൻ വളരെ എന്താ പറയുക സ്മാർട്ടായിരിക്കും. സ്ക്രീനിൽ വരാൻ നേരത്തെ അല്ലാന്നാണ് അവർ പറയുന്നത്. അതെ, ഫോട്ടോജനിക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അപ്പോഴേ രാമു കാര്യമായിട്ട് അവിടെ വെച്ച് പറഞ്ഞു, അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എനിഹോ ഇഫ് യു ആർ വില്ലിങ് യു ആർ ഗോയിങ് ടു ഡൂ ദ റോൾ. അങ്ങനെ പറഞ്ഞു. അത്ര വിശ്വാസം യു ആർ ഗോയിങ് ടു ഡൂ ദ റോൾ എന്ന് പറഞ്ഞു. ഇതൊരു ഫോർമാലിറ്റിയാണ്. മാത്രമല്ല പ്രൊഡ്യൂസറോ വേറെ ആരെങ്കിലും വന്നാൽ കാണാൻ വേണ്ടിയിട്ടാണ്. മേക്കപ്പ് ചെയ്യണം. യു വിൽ ഓൾസോ നോ വാട്ട് ഈസ് ഫിലിം മേക്കപ്പ്. അങ്ങനെ പോയതാണ്. അപ്പോൾ ഇവർക്ക് ഷൂട്ടിംഗ് ഇല്ലാത്തത് കാരണമാണ് അന്ന് ഷൂട്ടിംഗ് നടക്കുന്നത് നെടുമണിഞ്ഞ കാൽപ്പാടുണ്ട്. അതിൻ്റെ ആയിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ പിഷാരടി സാറിൻ്റെ പ്രേം നസീറും പഴയ അംബികയുമായിട്ടുള്ള ഒരു ലവ് സീൻ എന്തൊക്കെയാണ്. നല്ല ഭാഗ്യമാണ് സാറിനുള്ളത്. അതിൻ്റെ ഒരു പ്രണയരംഗം കാണാൻ കഴിയും. അതെ, കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ട് കഴിഞ്ഞ് ഞാൻ മേക്കപ്പ് ഇട്ട് റെഡി വന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ മേക്കപ്പ് ടെസ്റ്റ് എടുത്തിട്ട് ഞാൻ പോയി. അന്ന് ശോഭന പരമേശ്വരൻ നായരാണ് താങ്കൾ. ദിവസം രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ റെഡിയാവുന്ന നേരത്താണ് ശോഭന പരമേശ്വരൻ നായർ വന്നിട്ട് ഇങ്ങനെയാണ് എൻ്റെ പടത്തിലൊരു റോൾ, ചെറിയ റോളുണ്ട്, അഭിനയിക്കാൻ ചോദിച്ചിട്ടാണ്. നെടുമണിഞ്ഞ കാൽപ്പാടുകളുടെ ആ സ്റ്റീഫൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറായിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ അതാണ് ആദ്യം ഷൂട്ടിംഗ് തുടങ്ങിയത്, ആദ്യം റിലീസായത്. ആദ്യം ഷൂട്ട് ചെയ്തത് അതുതന്നെ, അതും റിലീസ് ചെയ്തത് തന്നെയാണ്. റിലീസ് ചെയ്തത് അതാണ്. മധു സാറെ, യഥാർത്ഥത്തിൽ ആ ഒരു പടത്തിൽ സ്റ്റീഫൻ്റെ വേഷം ചെയ്യേണ്ടിയിരുന്നത് താങ്കളുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന സത്യസാറായിരുന്നു. പക്ഷെ എന്തോ ഒരു അന്തർനാടകത്തിൽപ്പെട്ട് അല്ല, സത്യൻ സാറിൻ്റെ ആ റോള് അന്നത്തെ സത്യൻ സാർ നസീർ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സത്യൻ സാറിന് തോന്നിക്കാണും ദാറ്റ് ഒരു അദ്ദേഹത്തിന് ചെറിയ റോളാണെന്ന് ആയിരുന്നു, സംശയമൊന്നുമില്ല. അന്ന് നസീർ മറ്റേ റോൾ അഭിനയിക്കുകയും സത്യൻ സാർ ഇതും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാണുന്നവർക്ക് പോലും. അത്ര ചെറിയ റോളായിരുന്നു. അപ്പോൾ ഞാനൊരു പുതിയ ആളായതുകൊണ്ട് അതൊരു പ്രശ്നമല്ലല്ലോ. അത് അല്ല, മധു സാറിൻ്റെ ഒരു പ്രത്യേകത, സാറിന് പലപ്പോഴും അത് പ്രശ്നമായിരുന്നേ ഇല്ല. പല താരങ്ങളും കാണിച്ചിരുന്ന അല്ലെങ്കിൽ നിഷ്കർഷിച്ചിരുന്ന പ്രോട്ടോക്കോൾസ് താങ്കൾ അഭിനയത്തിൽ പാലിച്ചിരുന്നേയില്ല. മനസ്സിലായില്ല. ഇത്ര സമയം, ഇത്ര റോള്, ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമയിൽ അഭിനയിക്കുകയുള്ളൂ. ഇത്ര പാട്ട്, ഇത്ര റൊമാൻസ്, ഇത്ര സ്റ്റണ്ട്, ഇത്ര ഡയലോഗുകളുടെ സ്വഭാവം, ഇങ്ങനെ അതിൽ നായക വേഷം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു നായക നിരയാണ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഒക്കെ ഉള്ളത്. പക്ഷെ ആ ഒരു ചേരുവയിൽ താങ്കൾ പെട്ടിരുന്നില്ല. ഇല്ല, എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, താങ്കളെ വ്യത്യസ്തനാക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു പ്രധാനം. ഒരു സീനാണെങ്കിലും 2 സീനാണെങ്കിലും പലതിലും ഞാൻ അങ്ങനെ ഒരു ദിവസമൊക്കെ പോയി അഭിനയിച്ച ധാരാളം പടങ്ങളുണ്ട്. പക്ഷേ എന്തെങ്കിലും വേണം, ഒരു ചെയ്യാൻ എന്തെങ്കിലും വേണം, ഒരു ക്യാരക്ടർ വേണമെന്നുള്ള ഒരു പക്ഷേ അത് ഈ നാടകത്തിൻ്റെ ട്രെയിനിങ് അത് എല്ലാം കൊണ്ട് കിട്ടിയതായിരിക്കാം. അത് അഭിനയത്തോടുള്ള ഒരു എന്താ പറയുക, ആത്മാർത്ഥമായ സമീപനമാണ്. അതല്ലാതെ ഒരു താര അല്ലെങ്കിൽ അതിൻ്റെ വർണ്ണപ്പൊലിപ്പിനോടുള്ള ബഹുമാനം അല്ലാതെ.